ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരൊറ്റ എഗ്ഗ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാനില കേക്കിൻ്റെ സ്പോഞ്ചാണ്. ഈ ഒരു മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം എഗ്ഗ് എക്സ്ട്രാ ചേർക്കുന്നുണ്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഡബിളാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തരിച്ച് മാറ്റി വെക്കുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പും കൂടിയാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരൊറ്റ എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ എഗ് വൈറ്റിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം ഫ്ലഫി ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇവിടെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എഗ് യോക്ക് ചേർക്കുന്ന കൂടുതൽ തന്നെയാണ് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മിൽക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പിന്നെ ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സ്ലോലി ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് 4 ഇഞ്ച് കേക്ക് ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ 4 ഇഞ്ച് കേക്ക് ടിന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. താഴ്ഭാഗത്തും സൈഡ്സിലായിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഞാനിതൊരു സോസ് പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. സോസ് പാന് ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഈ സോസ് പാനിൻ്റെ ആ ഹോൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് അടച്ചിട്ട് വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പം 30 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളിപ്പം ഒരൊറ്റ എഗ്ഗല്ലേ ഉള്ളൂ, 10 മിനിറ്റൊക്കെ മതി എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. 4 ഇഞ്ച് പാനിലാണ് ഇത് ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 30 മിനിറ്റ് തന്നെ നമ്മൾ ടൈം വെക്കണം. ഇതുപോലെ ഒട്ടും തന്നെ സ്റ്റിക്കിൽ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് പാനിൽ നിന്ന് മാറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഒറ്റ എഗ്ഗ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു കേക്ക് സ്പെഞ്ചാണിത്. ഇനി നമ്മൾ ഇതിൽ എക്സ്ട്രാ എഗ്ഗ് ചേർക്കുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഡബിളാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.